ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മുത്തശ്ശി ശ്രുതിനെ അങ്ങനെ ഭരിക്കാൻ വരുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതെ ശ്രുതി ഈ വീട്ടിലെ ആളാണ്, ഈ വീട്ടിലെ മരുമകളാണ്, എൻ്റെ ഭാര്യയാണ്. അശ്വിൻ സാറാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യയാണ് ശ്രുതികുമാരി ലക്ഷ്മി. ശ്രുതിനെ ആർക്കും ഈ വീട്ടിൽ അപമാനിക്കാനുള്ള അർഹതയില്ല, പ്രത്യേകിച്ച് വന്നു കയറിയവർക്ക് എന്ന് പറയണം. നീ എന്താണ് പറഞ്ഞത്? അപ്പോൾ നീ എന്നെ വന്നു കയറിയോളാക്കിയല്ലേ? നോക്ക് അച്ഛമ്മക്ക് ഇവിടെ നിൽക്കാൻ എന്തെങ്കിലും താല്പര്യക്കുറവോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല, അച്ഛമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാണ്. കണ്ടോ സുഭദ്രാമി, അവൻ പറഞ്ഞത് എന്നോട് ഇറങ്ങിപ്പോകാൻ, താനോളം വളർന്ന താനെന്ന് വിളിക്കണമെന്ന് പറഞ്ഞത് അർത്ഥം ഇതാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എന്ന് പറയണം. അച്ഛമ്മേ, ഞാൻ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്, അച്ഛമ്മക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അച്ഛമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അച്ഛമ്മേ എന്ന് പറയാണ്. അച്ഛമ്മക്ക് ദേഷ്യം കൊണ്ട് നടന്ന് പോകുക കേട്ടോ. ശേഷം ശ്രുതിയുടെ കയ്യിൽ ആ ഫോട്ടോ ഉണ്ടല്ലോ, അശ്വിൻ്റെ ഫോട്ടോ, ആ ഫോട്ടോ തന്നെ ശ്രുതി കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ ഇയാളെ കാണാൻ എന്തൊരു ക്യൂട്ടാണ്. ചെറുപ്പത്തിലും ആരും കണ്ടാലും പ്രണയിക്കുന്നൊരു മുഖം തന്നെയാണ്, പക്ഷേ മുഖത്ത് അപ്പോഴും ഒരു അഹങ്കാരമുണ്ട്. ചെറുപ്പത്തിലുള്ള അഹങ്കാരമായിരിക്കും. എന്തായാലും ഫോട്ടോ കൊള്ളാം, ഒന്ന് കയ്യിൽ വെക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അത് കയ്യിൽ പിടിക്കുകയാണ്. ശേഷം റൂമിലേക്ക് വരുമ്പോൾ അശ്വിൻ ഭയങ്കര പണി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒച്ചുണ്ടാക്കുകയാണ്. എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതേ ഞാനേ നോക്കിയപ്പോഴേ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. പ്രോഗ്രാമോ? എന്ത് പ്രോഗ്രാം? അതായത് ക്യൂട്ട് ബേബി കോണ്ടസ്റ്റ് എന്ന് പറയാണ്. അതിന് ബേബി വേണ്ടേ? ബേബി ഇവിടെ ഇല്ലല്ലോ. ആര് പറഞ്ഞു ഇവിടെ ബേബി ഇല്ലെന്ന്? ബേബികളുടെ ഫോട്ടോ ആയാലും മതി, താൻ എന്തൊക്കെയാണ് പറഞ്ഞത്, അതിനിവിടെ കുഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ്. അതെ, എൻ്റെ കയ്യിലൊരു ക്യൂട്ട് ബേബിയുടെ ഫോട്ടോ ഉണ്ട് എന്ന് പറയാണ്. ക്യൂട്ട് ബേബിയുടെ ഫോട്ടോയോ? അതാരാ? ടണ്ടടേ എന്ന് പറഞ്ഞ് ശ്രുതി കാണിക്കുമ്പോൾ അശ്വിൻ ഞെട്ടിപ്പോകാണ്. ഇത് തനിക്ക് എവിടെ നിന്ന് കിട്ടി? അതൊക്കെ കിട്ടി. എങ്ങനെയുണ്ട് ആള്? ക്യൂട്ട് ബേബി അല്ലേ എന്ന് പറയുമ്പോഴേക്കും, എടോ താ ഫോട്ടോ തന്നെ, താ എന്ന് പറയാണ്. അതെ, ഈ ഫോട്ടോ മാത്രമല്ല, വേറെ ചെറുപ്പത്തിലൊരു ഫോട്ടോ ഉണ്ട്, അത് കാണിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ അലമാല വെച്ച് പൂട്ടി. വെറുതെ കളിക്കല്ലോ കേട്ടോ ശ്രുതി, ഇങ്ങോട്ട് തന്നേ എന്ന് പറയണം. ഞാൻ തരില്ല എന്ന് പറയാണ്. താ ശ്രുതി എന്ന് പറയുമ്പോൾ, ഇല്ല ഞാനിത് ഫ്രെയിം ചെയ്തിട്ട് ഇവിടെ വലുതായിട്ട് തൂക്കി വെക്കും, ചുമരി തന്നെ വലിയൊരു വോളാക്കിയിട്ട്, അതായത് ഞാൻ എൻ്റെ അത്രയും പൊക്കമുള്ള ഒരു ഫോട്ടോ ആക്കിയിട്ട് ഇവിടെ ചുമരി വെക്കും. ശ്രുതി വെറുതെ തമാശ കളിക്കല്ലേ, ഫോട്ടോ എന്ന് പറയണേ. തരില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം കട്ടിലേക്ക് കയറുന്നുണ്ട്. അശ്വിൻ പറയണത് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ ശ്രുതിനെ കയറി ഇങ്ങനെ പിടിക്കാട്ടോ. തരാനല്ലേ തന്നോട് പറഞ്ഞതെന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ പൊക്കി പോവാണ് ഫോട്ടോ. ആ സമയത്ത് അശ്വിൻ കൈ വെച്ച് ശ്രുതിയുടെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങിക്കുകയാണ്. ശേഷം ശ്രുതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, വിട് സാർ എന്ന് പറയുമ്പോഴേക്കും, വിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിട്ടോ. ശ്രുതി നാണം കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അശ്വിൻ ശ്രുതിനെ ചേർത്ത് പിടിക്കുകയാണ്. അവിടെ അങ്ങനെ ഒരു റൊമാൻറ്റിക് സീൻ ഉണ്ടാവാട്ടോ. ശേഷം ശ്രുതി അവിടെ നിന്ന് വേഗം പോവാണ്. പിന്നെ അശ്വിൻ്റെ മുഖത്ത് നോക്കാൻ ശ്രുതിക്ക് വരാത്തൊരു ചമ്മൽ പോലെ കേട്ടോ. ശേഷം അശ്വിൻ്റെ റൂമിലേക്ക് ശ്രുതി വരുന്നേയില്ല. ശ്രുതി നിലത്തേക്ക് പോകുമ്പോഴേക്കും അശ്വിനും പോകുന്നുണ്ട്. അതെ, താൻ എന്താ റൂമിലേക്കൊന്നും വരാത്തത്? അതെ, എനിക്ക് കുറേ പണിയുണ്ട്. അതെ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. കാര്യമോ? എന്ത് കാര്യം? നമ്മുടെ വിവാഹം വീട്ടുകാർ ഉറപ്പിച്ച കാര്യം എനിക്ക് അറിയാലോ അല്ലേ? അതിന് നമ്മുടെ വിവാഹം കഴിഞ്ഞതല്ലേ? അത് കഴിഞ്ഞു, 6 മാസത്തെ എഗ്രിമെൻറ്റിൻ്റെ വിവാഹം. പക്ഷേ മിന്നുകെട്ട് ശരിക്കും കഴിഞ്ഞിട്ടില്ലല്ലോ. നമ്മുടെ മിന്നുകെട്ട്, അതായത് എല്ലാവരെയും വിളിച്ചു കൂട്ടി ആചാരപ്രകാരം, അതായത് നമ്മുടെ ഇവിടെ ആകാശം അതുപോലെ പ്രീതി മാരേജ് കഴിഞ്ഞപ്പോൾ താൻ കണ്ടതല്ലേ, അതുപോലെ ആചാരപ്രകാരം ഞാൻ തൻ്റെ കഴുത്ത് താലി ചാർത്താൻ വേണ്ടി പോകുക. പിന്നെ നിയമപ്രകാരം വിവാഹം രജിസ്റ്ററും ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു ദിവസം എടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ മാസം തന്നെ ആയിരിക്കും നമ്മുടെ വിവാഹം എന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവാട്ടോ. അശ്വിൻ പറയുന്നുണ്ട്, പക്ഷേ എനിക്കും അതിലൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ നമുക്ക് ഈ ആചാരങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ ശ്രുതി? മാറ്റിപ്പിടിക്കാനോ? ആചാരങ്ങൾ എന്ത് മാറ്റുന്ന കാര്യം സാർ പറയണത്? എല്ലായിടത്തും ഈ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് നൈറ്റ് വെക്കണത് അല്ലേ? താൻ തന്നെ ആലോചിച്ച് നോക്ക്. രാവിലെ അണിഞ്ഞൊരുങ്ങി എല്ലാവരുടെ മുമ്പിൽ പോയി നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ആചാരങ്ങളൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ച് ഭക്ഷണവും കഴിച്ച് ആകെ ക്ഷീണിച്ചിരുന്നിട്ട് രാത്രി ഉറങ്ങുമ്പോഴേക്കും എന്തൊരവസ്ഥയായിരിക്കും. അപ്പോഴാണ് ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റ് കൊണ്ടു വെച്ചിരിക്കുന്നത്. അത് നല്ലതാണെന്ന് തനിക്ക് തോന്നണുണ്ടോ? എനിക്ക് തോന്നണില്ല. ഫസ്റ്റ് നൈറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ ഈ ആചാരമൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പോവാം. സാർ എന്താ ഉദ്ദേശിക്കുന്നത്? എല്ലായിടത്തും ആചാരവും കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ ഫസ്റ്റ് നൈറ്റ്. പക്ഷെ നമുക്കേ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ട് ആചാരങ്ങൾ വെച്ചാലോ? അയ്യേ സാർ എന്തൊക്കെയാണ് പറയണത്? എന്താടോ, നമുക്ക് അങ്ങനെ ചെയ്താലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് വെച്ചാലോ? ചേ സാർ എൻ്റെ നാണമില്ലേ, പോയിക്കേ എന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ഇങ്ങനെ ഡൗട്ട് തോന്നാണ്, ഇനി ആദ്യ രാത്രി മുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടാവും എവിടെയെങ്കിലും എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അടക്കളയിലേക്ക് പോകുമ്പോൾ പ്രീതി ആകാശിന് വേണ്ടി ഫുഡ് ഉണ്ടാക്കുക കേട്ടോ. ശ്രുതി നമ്മുടെ പ്രീതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി, എന്താ നീ ആലോചിക്കണത്? ഒന്നുമില്ല ചേച്ചി. എന്താ കാര്യം പറ ചേച്ചി. ഞാനൊരു കാര്യം ചോദിച്ചാൽ ചേച്ചിനെ തെറ്റിദ്ധരിക്കോ?
അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള കാര്യം ചോദിക്കണമെങ്കിൽ തെറ്റിദ്ധരിക്കുമല്ലോ. ചേച്ചി കളിക്കല്ലേ, ഞാൻ സീരിയസ് ആയിട്ടാണ് ചോദിക്കണത്. നീ കാര്യം എന്താന്ന് പറ. അതെ, ഈ ശരിക്കും ഈ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണോ ഫസ്റ്റ് നൈറ്റ്, അതോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണോ ആചാരങ്ങൾ? എന്താ നീ ചോദിച്ചത്? ഒന്നുമില്ല ചേച്ചി. ഞാൻ കേട്ടു, ആചാരങ്ങൾ കഴിഞ്ഞിട്ടാണോ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടാണോ ആചാരങ്ങൾ എന്നല്ലേ. എന്താടി അശ്വിൻ സാരം നിൻ്റെ അടുത്ത് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? പോ ചേച്ചി, അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. പ്രീതിക്ക് ചിരി വരാട്ടോ, കാരണം പ്രീതിക്ക് അറിയാമല്ലോ ഇവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ, ഇതുവരെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് അറിയാം. അതുകൊണ്ട് പ്രീതിക്ക് അതുപോലത്തെ ചിരി വരികയാണ്. ശേഷം ശ്രുതി അതിനെക്കുറിച്ച് തന്നെ ആലോചിക്കുകയാണ്. എന്നാലും സാർ അങ്ങനെയൊക്കെ എന്തായിരിക്കും പറഞ്ഞത്? ഇനി അങ്ങനെ എങ്ങാനും ചെയ്യുമോ? ഈശ്വര, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എങ്ങാനും നാളെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഭർത്താവായി പോയില്ലേ. അയ്യോ, എനിക്ക് പേടിയാവുന്നേ ഫസ്റ്റ് നൈറ്റിന്. അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. നമ്മുടെ ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് പോകുന്നില്ല കേട്ടോ. അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ ശ്രുതി താൻ എൻ്റെ റൂമിലേക്ക് വരാത്തത്? ഒന്നുമില്ല സർ എന്ന് പറയാണ്. ശേഷം നമ്മുടെ അശ്വിനും അതുപോലെ തന്നെ ആകാശും എനിക്കും കൂടി ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യാണ്. കല്യാണത്തിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അവർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊരു പാർട്ടി, അതായത് മദ്യപിക്കുന്ന പാർട്ടി കേട്ടോ. അങ്ങനെ ആകാശം നമ്മുടെ ഇത് എനിക്കൊക്കെ നല്ല അടിച്ച് ഫിറ്റ് ആവുന്നുണ്ട് കേട്ടോ. പക്ഷേ അശ്വിൻ ഫിറ്റ് ആവണമെന്നില്ല. പക്ഷേ ശ്രുതി തെറ്റിദ്ധരിക്കും അശ്വിനും കുടിച്ചിട്ടുണ്ടെന്ന്. ശ്രുതി പെട്ടെന്ന് പൊട്ടിത്തെറിക്കാട്ടോ അശ്വിനോട്. നിങ്ങൾ എന്നോട് പറഞ്ഞത് എന്താണ്? ചെറിയൊരു പാർട്ടി, എന്നിട്ട് നിങ്ങൾ കുടിച്ചു അല്ലേ, നിങ്ങളടുത്ത് മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പിണങ്ങിയിരിക്കുകയാണ്. അശ്വിൻ റൂമിലേക്ക് പോവുക കേട്ടോ. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ചേട്ടൻ കുടിച്ചിട്ടില്ല, ചേട്ടൻ കുടിക്കണത് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ചേട്ടൻ കുടിക്കില്ല, ഇത് എനിക്കൊക്കെ വേണ്ടി സന്തോഷിക്കാൻ വേണ്ടി തന്നൊരു പാർട്ടിയാണെന്ന് പറയുമ്പോൾ ശ്രുതിക്ക് സന്തോഷമാവണം. അങ്ങനെ ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് പോകുമ്പോൾ ജനലിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ശ്രുതി പെട്ടെന്നൊരു കാഴ്ച കാണുക. അതായത് അകത്ത് അശ്വിൻ്റെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നു. അതായത് അവർ തല മാത്രമേ കാണുന്നുള്ളൂ. ആ പെണ്ണിൻ്റെ കവിളിൽ അശ്വിൻ ചുംബിക്കുന്നു. അത് കാണാൻ ശ്രുതി ഷോക്കാവണം. കാരണം ചെറിയൊരു വെളിച്ചത്തിലാണ് ശ്രുതി ഇത് കാണുന്നത് കേട്ടോ. ശ്രുതി വേഗം തന്നെ ഈശ്വരാ, ഫസ്റ്റ് നൈറ്റ് റിഹേഴ്സൽ ഏതായാലും ചെയ്യുകയാണോ? ഇന്നലെ അശ്വിൻ സാർ എന്നോട് ഇത് കാണിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വാതിൽ തുറക്കുകയാണ്. അശ്വിൻ പെട്ടെന്ന് ഒന്നും അറിയാത്ത പോലെ മറച്ചു വെക്കുക കേട്ടോ. ആ പെണ്ണിൻ്റെ ആ ഒരു ഇത് മറച്ചു വെക്കുകയാണ്. സത്യം പറ, നിങ്ങളിവിടെ എന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കണ്ടു. നിങ്ങളൊരു പെണ്ണിന് ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ ഫസ്റ്റ് നൈറ്റിന് വേണ്ടി റിഹേഴ്സൽ ചെയ്യുകയാണല്ലേ? എൻ്റെ ശ്രുതി, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ അത്തരക്കാരനാണെന്ന് നീ വിചാരിച്ച ശ്രുതി? നീ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ്. അതൊരു പ്രതിമയാണ്. ശ്രുതിക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി അശ്വിൻ മേടിച്ച ഒരു ബൊമ്മ പോലത്തെ ഒരു പ്രതിമയാണത്. അത് കാണുമ്പോൾ ശ്രുതിക്ക് നാണം കെട്ടു പോവാട്ടോ. പക്ഷേ അശ്വിനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നാലോചിച്ചിട്ട് ശേഷം അശ്വിന് ശ്രുതിക്ക് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഹിന്ദിയിലൊരു ഭാഗമാണ് അവസാനം പറഞ്ഞ ഈ ഒരു ഭാഗം കേട്ടോ. മലയാളത്തിൽ അത് എനിക്കറിയില്ല അത് ഉണ്ടാവുന്നത്. എന്നാലും പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഭാഗം പറഞ്ഞു പോയതാണ്. അപ്പോൾ നല്ല അടിപൊളി ഭാഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവിടെ റൊമാൻറ്റിക് സീൻ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ കല്യാണത്തിൻ്റെ തലേന്ന് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ എപ്പിസോഡായിട്ട് കാണിക്കുന്നത്. അതായത് അച്ഛമ്മയുടെ ഭാഗമല്ല. ഇന്ന് അശ്വിനി ഇങ്ങനെ പറയില്ല ഫസ്റ്റ് നൈറ്റ് നടത്താമെന്നൊക്കെ പറയില്ല. അത് ശരിക്കും ഇവരുടെ വിവാഹത്തിന് 2 ദിവസം മുമ്പ് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അത് ഇത്ര പെട്ടെന്ന് അവർ കാണിച്ചു. അപ്പോൾ അതിനർത്ഥം പെട്ടെന്ന് തീർക്കാൻ ആണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ.